സ്ക്രോൾ ചെയ്യലി ഒരേ ഒരു മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മിലേക്ക് ഇനി വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനു മുന്നോടിയായി ഞാൻ എന്നോടും നിങ്ങളോടുമായി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. ശരിക്കും നമ്മൾ ഈ റമളാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നാം ചിന്തിക്കുകയാണെങ്കിൽ കേവലം റമളാൻ എന്നുള്ളത് ഒരു വിശപ്പിന്റെയോ അല്ലെങ്കിൽ ദാഹം അടക്കി പിടിച്ചിരിക്കുന്ന ഒരു മാസമല്ല, മറിച്ച് അത് നമ്മളെ മനുഷ്യരാക്കുന്ന, ഹൃദയം ശുദ്ധമാക്കുന്ന, അല്ലാഹുവിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരണമെന്ന ഒരു അവസരം കൂടിയാണെന്ന്. കഴിഞ്ഞ റമളാനിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവൂലേ? ഇനിയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ റമളാൻ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും തയ്യാറാക്കേണ്ടത്? ആദ്യമായി നമുക്ക് നിസ്കാരത്തെ കുറിച്ച് നോക്കാം. സമയമുണ്ടാകുമ്പോൾ എന്ന പ്രവണത മാറ്റിയിട്ട് സമയം കണ്ടെത്തി നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക. അടുത്തത് പ്രധാനപ്പെട്ടത് ഖുർആനാണ്. തുറക്കാതെ പൊടി പിടിച്ചു കിടക്കുന്ന ഖുർആൻ നമുക്ക് ഈ റമളാനിൽ ദിനചര്യയുടെ ഭാഗമാക്കാം. മാപ്പ് ചോദിക്കുന്നവരുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്. ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങളും വിഷമങ്ങളും പരാതികളുമൊക്കെ നമുക്ക് ആ ഖാലിഖായ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്താം. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടത്, നമ്മുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അസൂയയും വിദ്വേഷയും പകയുമെല്ലാം നമ്മൾ ഈ റമളാനിന് മുന്നോടിയായിട്ട് അത് നമ്മുടെ മനസ്സിൽ നിന്നും കാലിയാക്കേണ്ടതുണ്ട്. കാരണം റമളാൻ മാസം മാറുന്നതല്ല, മാറേണ്ടത് നമ്മളാണ്, മാറേണ്ടത് നമ്മുടെ സ്വഭാവങ്ങളാണ്, മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് ഇനിയും ഒരുപാട് അടുക്കാം. ഈ റമളാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആവട്ടെ. അതോടൊപ്പം അള്ളാഹു റമളാനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.